ആ വിശാലോ, താനെന്താ ഇവിടെ? ഞാൻ എവിടെയും ഇല്ലേ സാർ, തൂണിലും തുരുമ്പിലും പിന്നെ ഈ ഹോട്ടലിലും. വാ കയറി വാ. സാറിന് ശല്യാവോ? ശല്യാവുമ്പോൾ പറയാം. ഇപ്പം താൻ വാ. താങ്ക് യു സാർ. ഇരിക്കെ. വേണ്ട. കഷ്ടിച്ച് 8 കിലോമീറ്റർ അടുത്ത് സ്വന്തം വീട്, ഭാര്യ പാചകം ചെയ്തു തരുന്ന ഒന്നാന്തരം ഭക്ഷണം, ഭാര്യയുടെ പ്രസൻസ്, ഇതൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ വിട്ടിട്ട് 3 ദിവസമായി ഈ ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് താമസം. എന്തോ അൺയൂഷ്വലായി സംഭവിച്ച മാതിരി ഉണ്ടല്ലോ. അതോ എന്റെ അസംഷൻ തെറ്റിയോ? തെറ്റിയെങ്കിൽ സോറി. പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളെ ആയുള്ളെങ്കിലും വിശാൽ എൻ്റെ ഒരു നല്ല സുഹൃത്തായി കഴിഞ്ഞു. അതുകൊണ്ട് ഒരു കള്ളത്തിന്റെ ആവശ്യമില്ല. അല്പം പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയാ ഞാനിങ്ങോട്ട് പോകുന്നത്. എന്ത് പറ്റി സാർ? ഒന്നുമില്ലടോ. വീടെന്ന് പറഞ്ഞ വെറും ഒരു ഭാര്യയും അവൾ ഉണ്ടാക്കി വിളമ്പുന്ന ഭക്ഷണമൊന്നുമല്ല. അതിനൊക്കെ അപ്പുറത്തുള്ള ചിലതാ. അതില്ലാതാവുമ്പോ പിന്നെ വീട് വെറും കല്ലും കമ്പിയും സിമന്റും കൈപ്പോവും. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും സാർ. ഓഫീസിലെ തിരക്ക് പിടിച്ച കുറേയേറെ മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ച് വീട്ടിലെത്തുന്നത് കുറച്ച് റിലാക്സേഷന് വേണ്ടിയാ. പക്ഷേ അവിടെ കിട്ടുന്നത് കൂടുതൽ സ്ട്രെസ്, സ്ട്രെയിൻ അല്ലേ സാർ? എക്സാക്ട്ലി. നമ്മുടെ മനസ്സിലെ തീ കെടുത്തുകയാണ് നമ്മളെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത്, അല്ലാതെ ആ തീ ആളി കത്തിക്കുകയല്ല. സാറിന്റെ അവസ്ഥ എനിക്കിപ്പോൾ വ്യക്തമാവുന്നു. പക്ഷേ സുമിത്ര ഒരു റൈറ്റർ അല്ലേ? അപ്പോൾ ഭർത്താവിന്റെ മനസ്സിലെ ടെൻഷൻസ് ഈസിയായി അവർക്ക് അറിയാൻ കഴിയേണ്ടതല്ലേ, ഒരു സാധാരണ ഭാര്യയെക്കാളും? ഈ ഹ്യൂമൻ മൈൻഡുകളാണല്ലോ എഴുത്തുകാരുടെ ഒരു കളിക്കളം. അവിടെയാണല്ലോ എനിക്ക് തെറ്റിപ്പോയത്. ഞാനൊരു സാഹിത്യകാരി വിവാഹം കഴിക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു. ഒരു വെറും പെണ്ണ്, ഒരു സാധാരണ പെണ്ണ് മതിയായിരുന്നു എനിക്ക്. എന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നവൾ, എന്റെ സൗകര്യത്തിന് ജീവിക്കുന്നവൾ, എന്നെ അനുസരിക്കുന്നവൾ. എഴുത്തുകാരുടെ കാര്യത്തിൽ അത് ബുദ്ധിമുട്ടാണ് സാർ. അതിപ്പോ സാഹിത്യത്തിൽ മാത്രമല്ല, ഏത് പൊതുരംഗത്ത് സ്ത്രീ വന്നു കയറിയോ പിന്നെ അവളെ കുടുംബകാര്യത്തിന് പ്രതീക്ഷിക്കണ്ട. ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലേ, ഫ്രീഡം ഓഫ് ടോൺ, എക്സ്പ്രഷൻ എന്നൊക്കെ. അത് തന്നെ കാര്യം. അവള് സ്വന്തമായി സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങും. അവള് ചിന്തിച്ചോ പിന്നെ നമ്മൾ പുരുഷവർഗത്തിന് രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് സുമിത്രയ്ക്കല്പം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെന്നാ. ഉണ്ടാവുന്നല്ല വിശാൽ, ഉണ്ട്. അതാണല്ലോ അവൾ എന്റെ മുഖത്ത് നോക്കി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ധൈര്യപ്പെട്ടത്. ഞാൻ എവിടെയൊക്കെ പോയി, എപ്പോ പോയി, ആരുടെ കൂടെ പോയി, ആരോടൊക്കെ സംസാരിച്ചു, എല്ലാം അറിയണം. അതിനൊക്കെ കൂട്ടുനിൽക്കാൻ എന്റെ അമ്മയും. ഒരുപാട് ശ്വാസം മുട്ടുന്നുണ്ടാവും അല്ലേ സാർ? ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം നമ്മുടെ ഭാര്യ നമ്മളെ അവിശ്വസിക്കുന്നതാണല്ലേ. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. സഹിക്കാൻ പറ്റില്ലടോ. കാരണം ഞാൻ അത്ര സ്ട്രേറ്റ് ഫോർവേഡായ ഒരു ഭർത്താവാണ്. സ്ത്രീ വിഷയത്തിൽ ഇന്നുവരെ പ്രസാദിന്റെ ക്യാരക്ടറിൽ ഒരു ബ്ലാക്ക് മാർക്കില്ല, അറിയോ? എനിക്കറിയാം സാർ. സാറിന് അങ്ങനെ ഒരു റോങ് ട്രാക്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നിട്ടും സാറിനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനും സംശയിക്കാനും ഒക്കെ തുടങ്ങിയ ശരിയാ, ആരായാലും വീട് വിട്ട് ഇറങ്ങിപ്പോകും. ഞാനൊരു സത്യം പറഞ്ഞ സാറ് തെറ്റിദ്ധരിക്കരുത്. എന്താ? യമുനെ പോലൊരു പെൺകുട്ടിയാ സാറിന്റെ ലൈഫിലേക്ക് വരേണ്ടിയിരുന്നത്. താൻ എന്തൊക്കെയായി പറയുന്നത്? യമുന എനിക്ക് എന്റെ സ്വന്തം അനിയത്തി പോലെയാ. പക്ഷേ യമുനയ്ക്ക് സാറ് സ്വന്തം ചേട്ടനെ പോലെ അല്ലല്ലോ. ഹേയ്, ഡോണ്ട് ബി ക്രേസി. താൻ ഈ പറഞ്ഞു കൂട്ടുന്ന മാതിരിയൊന്നും യമുനയുടെ മനസ്സിലില്ല. അത് ചുമ്മാ. സത്യം എന്താണെന്ന് സാറിനും അറിയാം, എനിക്കും അറിയാം. അതല്ലേ അതിന്റെ വിഷമം കൊണ്ട് കൂടിയല്ലേ സാറ് വീട് വിട്ടി ഹോട്ടലിൽ വന്ന് കിടക്കുന്നത്? സത്യം സത്യമായിട്ടങ്ങ് പറഞ്ഞേ. പറയണ്ട, ഈ മൗനം കൊണ്ട് മനസ്സിലായി
യമുന പിന്നെ വിളിച്ചില്ലേ സർ? ഇല്ലടോ, അത്ര ദേഷ്യത്തിലായിരിക്കും എന്നോട്. യമുനെ സാർ വിളിച്ചോ? ഞാനോ? ഞാൻ വിളിക്കാനോ? വിശാൽ എന്തായി പറയുന്നത്? അതൊന്നും ശരിയല്ല. പിന്നെങ്ങനെയാ നിങ്ങൾ തമ്മിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ പിണക്കം തീരും? I don't know വിശാൽ. എന്താ മോളെ? പ്രസാദേട്ടനെ ഞാൻ സ്വപ്നം കണ്ടു അമ്മ. പ്രസാദേട്ടന് എന്തോ അപകടം ഉണ്ടായതായിട്ട് എനിക്ക്. ഒന്നുമില്ല മോളെ, അത് വെറും സ്വപ്നമാ, ദുസ്വപ്നം. പ്രസാദേട്ടന് എന്തെങ്കിലും അപകടം ഉണ്ടായി കാണൂ അമ്മ? ഇല്ല കുഞ്ഞേ, ഒന്നും സംഭവിക്കില്ല. മോള് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. കിടന്നിട്ട് ഓർക്കം വരുന്നില്ല അമ്മ. എന്നാ മോളിവിടെ അമ്മയുടെ അടുത്ത് കിടന്നു. വാ. സത്യം പറഞ്ഞ വിശാല് വന്ന് എനിക്കൊരു ആശ്വാസമാണ്. ഒളിവിൽ താമസിക്കുകയാണെങ്കിലും കുറെ കഴിയുമ്പോൾ ബോറടിക്കില്ലേ, വിശേഷിച്ച് ഒറ്റയ്ക്കിരിക്കുമ്പോൾ? ഒരു മുറിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല. സാറ് പിന്നെ ടോട്ടലി റിസർവ്ഡ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. കൈവിട്ട കളിയാണ് ഞാൻ കളിക്കുന്നത്. ഹൈ റെപ്യൂട്ടേഷനുള്ള ഒരു കമ്പനി, അവിടുത്തെ വളരെ റെസ്പോൺസിബിൾ ആയ ഒരു ഉദ്യോഗസ്ഥൻ ലീവ് എടുക്കാതെ റീജിയണൽ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു പോലും പറയാതെയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ജോലിയുടെ കാര്യത്തിൽ പല പ്രോബ്ലംസ് ഉണ്ടാവാം. ഈ ജോലി പോന്നെങ്കിൽ അങ്ങ് പോട്ടെ സാർ. സാറിൻ്റെ കഴിവും സർവീസും ഒക്കെ വെച്ച് എവിടെ വേണമെങ്കിലും സാറിന് ജോലി കിട്ടും.
ദേ നോക്ക്, എന്നെ നോക്ക്. 10-12,000 രൂപ സാലറി ഉള്ള ഉഗ്രം പണി വലിച്ചെറിഞ്ഞിട്ടാ എന്റെ നടപ്പ്. വിശാൽ ജോലി കളഞ്ഞോ? വൈ? അടിമപ്പണി ചെയ്യാൻ മനസ്സില്ലാത്തതുകൊണ്ട്. ടെസ്റ്റും ഇന്റർവ്യൂവും കഴിഞ്ഞ് സെലക്ഷൻ ആയപ്പോൾ ഞങ്ങൾ പുതിയ റിക്രൂട്ട്സിനോട് മാനേജിംഗ് എഡിറ്ററുടെ വക ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. കേരള ഭൂമിയുടെയും കേരളയുടെയും മഹത്തായ ആദർശത്തെപ്പറ്റി, പോളിസിയെപ്പറ്റി. ആ പോളിസി തെറ്റിക്കാൻ അതേ മാനേജിംഗ് എഡിറ്റർ തന്നെ പറഞ്ഞ അതനുസരിക്കുന്ന പട്ടിയല്ല ഈ വിശാൽ. രാജിക്കത്ത് എഴുതിയാളുടെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞാനിങ്ങ് ഇറങ്ങി പോന്നു സാർ. ഒരു വാതിൽ അടഞ്ഞ പകരം 9 വാതിൽ തുറക്ക് സാർ. തൻ്റെ ഈ ആത്മവിശ്വാസം വളരെ നല്ലതാ. പ്രായത്തിൽ എന്നേക്കാൾ ചെറുപ്പമാണെങ്കിലും എക്സ്പീരിയൻസിൽ താൻ എന്നേക്കാൾ വളരെ മുമ്പിലാണെന്ന് തോന്നുന്നു. ജീവിതത്തെ നോക്കി ഭയപ്പെടാൻ എനിക്ക് അറിഞ്ഞൂടാ സാർ. ജീവിതം എനിക്കൊരു വെല്ലുവിളിയാണ്. ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു പ്രധാന പാഠമുണ്ട്. എന്താണെന്ന്? നമ്മളോട് സിൻസിയറായിരിക്കുന്നവരോട് നമ്മളും സിൻസിയറായിരിക്കുക. മറിച്ച് നമ്മളെ ചതിക്കുന്നവർക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുക. സാറിന്റെ ഈ ഹോട്ടൽ ലൈഫ് അത്തരത്തിലുള്ളൊരു മറുപടിയാ. ഇങ്ങനെ വേണം സാർ. വിശാൽ, ഐ ലൈക്ക് യുവർ കമ്പനി. താൻ എന്നും ഇവിടെ വരണം. തീർച്ചയായും. ഐ എം അറ്റ് യുവർ ഡിസ്പോസൽ സാർ. അല്ല, സാർ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഓ, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലടോ. അതൊന്നും പറ്റില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചെല്ലാൻ. അവിടെയാ നമ്മുടെ വിജയം. ഭാര്യയോട് പിണങ്ങി പട്ടിണി കിടക്കുന്നതിൽ പരം ഒരു മണ്ടത്തരമില്ല. അതെ, ഞാൻ പോയി ഓർഡർ ചെയ്തിട്ട് വരാം. അല്ല, സാറ് കഴിക്കുവോ? ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എന്തായി പാലേട്ട? ഒന്നും ആയില്ല. നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്താ ഫലം സുഭദ്രേ? ഈ കണ്ണീരിനെ പറ്റി ഓർമ്മയുണ്ടെങ്കിൽ അവൻ ഈ വരും. ഒരു മഹാനിർദ്ദനൊന്നും അല്ലല്ലോ എന്റെ അനന്തരവൻ. എന്നാലും അവൻ എങ്ങനെ തോന്നി എന്റെ പാലേട്ട? ഓ, നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. എന്താ ഒരു വെയില്, തൊണ്ട പൊരിയുന്നു. ഈശ്വര, ദാ നോക്ക്, നീ ഇങ്ങനെ നിയന്ത്രണം വിട്ടാൽ അത് കാണുന്ന സുമിത്രയുടെ അവസ്ഥ എന്താവും? മരുമോളല്ല, സ്വന്തം മോളെ പോലെയാ എന്ന് ചുമ്മാ പറഞ്ഞാ പോരാ. ആ ശ്രദ്ധയും കൂടി വേണം, പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിൽ. അല്ല, അവള് കിടക്കുകയാണോ? ആ കുട്ടിയുടെ മുഖം കാണുമ്പോ എന്റെ ചങ്ക് പൊട്ടുക. ഞാൻ കാരണമാ പ്രസാദേട്ടൻ പോയത് എന്നൊരേ പറച്ചില്ല. എനിക്ക് വല്ലാത്ത പേടി തോന്നും പാലേട്ട. അതാ ഞാൻ പറഞ്ഞത്, അവളുടെ മുമ്പിൽ നിന്ന് കരയും പിഴിയും ഒന്നും ചെയ്യരുതെന്ന്. അമ്മേ, ആരാ അത്? ആഹാ, ദേവനോ? ഇരിക്ക. വല്ല വിവരവും ഇല്ല. നമുക്ക് ടിവിയിലോ പത്രത്തിലോ ഒന്ന് കൊടുത്താലോ ബാലമ്മ? അല്ലാതെ അവിടെ എവിടെയും വെറുതെ അന്വേഷിച്ചുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആള് മിസ്സിംഗ് ആകുന്നൊരു ന്യൂസ് TV വന്നാ ചിലപ്പോ. വേണ്ട ബാലമ്മേ, അരുത്, അങ്ങനെ ചെയ്യരുത്. അഭിമാനി എന്നെ പ്രസാദേട്ട് ടിവിയിലും പത്രത്തിലും ഈ വാർത്ത കൊടുത്ത പ്രസാദേട്ടിനത് സഹിക്കാൻ കഴിയില്ല. ശരിയാ സുമിത്ര പറഞ്ഞത്. ഇതിപ്പോ നമ്മൾ ചിലർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ടിവിയിലൊക്കെ ഫ്ലാഷ് ചെയ്ത് വന്നാൽ നാളത്തെ കാര്യം കൂടെ കണക്കിലെടുക്കണമല്ലോ. പേര് കേട്ട ഒരു കമ്പനിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്നവനാ. ചീത്തപ്പേര് വീണാൽ
അത് മാച്ച് കളയാൻ ഒരുപാട് ബുദ്ധിമുട്ടാ. നാണക്കേട് അവന് മാത്രമല്ല, എല്ലാവർക്കും കൂടെയാ. ഞാനൊരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. പക്ഷേ വേണ്ട. അല്ലാതെ തന്നെ അവനിങ്ങി വരുമല്ലോ, അല്ലേടോ? അതെ, തീർച്ചയായും വരും.